ഹായ്. ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഒരു റിവഞ്ചാണ്. ഇവിടെ വാശിയേറിയ വൈരാഗ്യം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. ഷാനവാസ്, ആദില ഇവർ തമ്മിൽ ശക്തമായി ഏറ്റുമുട്ടണം എന്നുള്ളൊരു ചിന്ത ബിഗ് ബോസിനുണ്ട്. ഇന്ന് ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ ആദില പുറത്താവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് മിഡ് വീക്ക് എവിക്ഷൻ. ആദിലയെ ഹൗസ്മേറ്റ്സ് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആദില പുറത്താവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഷാനവാസ് ആദിലയുടെ പേര് പറയുന്നു. അതായത് തരം കിട്ടുമ്പോൾ നിറം മാറുന്ന ആൾ എന്ന് പറഞ്ഞാണ് ഷാനവാസ് ആദിലയെ നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഷാനവാസിനെ സീരിയൽ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞ് ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ആദിലയുടെ പേര് പറയുന്നു. ആദില മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താവുന്നു. ഇവിടെ അക്ബറിനെ കെട്ടിപ്പിടിച്ച് ആദില കരയുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരോടും യാത്ര പറയുന്നു. ഷാനവാസിന് കൈ കൊടുക്കാൻ പോകുന്നു. ഷാനവാസ് രണ്ട് കൈയും പോക്കറ്റിലിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി കൈ കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ആദില പുറത്തേക്ക് പോകുന്നു. ഷാനവാസ് വേറെ സൈഡിലേക്ക് നടന്നു പോകുന്നു. ഇതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നടക്കുമോ? തീർച്ചയായും നടക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആദില പുറത്തു പോവില്ല. കാരണം ഇത് ജനങ്ങളുടെ വോട്ട് കുറവ് കൊണ്ട് പുറത്തു പോകുന്നതല്ല. അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒരാളെ തീരുമാനിച്ച് പുറത്താക്കുന്നതാണ്. അത് ഒരിക്കലും നടക്കില്ല. അവിടെ അങ്ങനെ ഉണ്ടാവില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒന്നില്ലെങ്കിൽ ആ ഡോറിന് മുമ്പിൽ എത്തുമ്പോൾ ആദിലെ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ സീക്രട്ട് റൂമിലാക്കി പിന്നെ ലാലേട്ടൻ വരുമ്പോൾ കൊണ്ടുവരും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആവാനാണ് സാധ്യത. തീർച്ചയായും ഇതൊരു പ്രാങ്ക് ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിലൂടെ ഷാനവാസ് ആദില യുദ്ധം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായും ബിഗ് ബോസ് അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വമ്പൻ അടി നടക്കും. ആദിലയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് എല്ലാവർക്കും ഇനി കൃത്യമായി മനസ്സിലാവും. അതുപോലെ തന്നെ ഷാനവാസ് എന്താണ് എന്ന് കൃത്യമായി പ്രേക്ഷകർക്കും മനസ്സിലാവും. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.